അതിനിടെ ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ ധാരണ. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ധാരണയുണ്ടായിരിക്കുന്നത്. പ്രധാന നേതാക്കൾക്കിടയിൽ നടന്ന കൂടിയാലോചനയിലാണ് ഈ തീരുമാനം. പീഡന പരാതിയിൽ അറസ്റ്റ് ഉണ്ടായാൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കടുത്ത നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം നേതാക്കൾക്ക് മേൽക്കൈ ലഭിക്കുന്നു, അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ആക്ഷേപങ്ങളല്ല, മറിച്ച് രേഖാമൂലമുള്ള പരാതിയാണ്. പോലീസ് അക്കാര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി വേണം എന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാണ്. അതുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് വരുന്നത് അത് നോക്കി ബാക്കി നടപടികൾ തീരുമാനിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സമീപകാലത്തെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനയിലൂടെയാണ് സംഭവിക്കുന്നത്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. ഒറ്റക്കെട്ടായി പോകണം. അതുകൊണ്ട് തന്നെ ഒറ്റയുള്ള തീരുമാനങ്ങളിലേക്ക് പോകരുത്, എല്ലാവരുമായും ആലോചിച്ച് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശം കൂടിയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇപ്പോഴത്തെ പരാതിയും അനുബന്ധ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള നേതാക്കന്മാർക്കിടയിലുള്ള ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഒരുപക്ഷേ ജാമ്യാപേക്ഷ തള്ളുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനം ആ ഘട്ടത്തിൽ വരാനുള്ള സാധ്യതയാണ്. അതിലേക്കാണ് നേതാക്കളുടെ ആലോചന പോകുന്നത്. എങ്കിൽ പോലും തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട. എന്നാൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ കോടതി തീരുമാനമെടുക്കുന്നവരെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തരുന്ന നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മറ്റും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയും പ്രതികരിക്കാതെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തുടർന്ന് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ നിന്നും വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന നിർദ്ദേശവും KPCC DCCകൾക്കും മറ്റും നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.